ഹലോ അസ്സാം വലൈക്കും. ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ? അൽഹംദുലില്ലാ ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ട് അതുപോലെ നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈസി ആയിട്ടും വെറൈറ്റി ആയിട്ടും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുമുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നേന്ത്രപ്പഴം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് മാത്രമാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു റെസിപ്പി കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനും പറ്റും. അതുപോലെ നോമ്പ് തുറക്കുന്ന ആ ഒരു സമയത്തിൻ്റെ ഇത്തിരി മുന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ നേന്ത്രപ്പഴം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ 3 പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒത്തിരി അങ്ങോട്ട് പഴുത്ത് നമ്മൾ തൊലിയൊക്കെ കറുത്ത് പഴുത്ത് പോകില്ല, ആ പഴം എടുക്കരുത്. അതുപോലെ തന്നെ തീരെ പഴുക്കാത്തതും എടുക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു പാകം ഒക്കെ ആയിട്ടുള്ളത് എടുത്താൽ മതി. ഒത്തിരി പഴുക്കാത്താവുമ്പോൾ നമുക്കിത് ടേസ്റ്റ് ഉണ്ടാവില്ല, കഴിക്കുമ്പോൾ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഇതിൻ്റെ ഉൾഭാഗം നമുക്ക് ഇങ്ങനെ മെൽറ്റ് ആയതുപോലെ വരണം നമുക്ക് കുക്ക് ചെയ്ത് വരുന്ന സമയത്ത്. അപ്പോൾ ഓരോ പഴം ഞാനിതുപോലെ രണ്ടാക്കി വെച്ചതിൻ്റെ ശേഷം അതിൽ ഓരോ കഷ്ണവും നമുക്ക് 3 പീസാക്കിയിട്ടാണ് മാറ്റേണ്ടത് കേട്ടോ. 3 പീസാക്കിയതിൻ്റെ ശേഷം നമുക്കത് ഓരോന്നും അതുപോലെ 2 പീസാക്കിയിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി അങ്ങോട്ട് വണ്ണത്തിലായിട്ട് കിട്ടൂല കേട്ടോ. അതുകൊണ്ടാണ്. പിന്നെ നിങ്ങളെടുത്ത പഴം ഇതിലും കൂടുതൽ നല്ല വണ്ണം ഒക്കെ ഉള്ളതാണെന്നെങ്കിൽ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഓരോ പീസിനെ 3 ആക്കിയതിന് പകരം നിങ്ങൾക്ക് 4 ആക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒത്തിരി വണ്ണം അതുപോലെ ഉണ്ടാവരുത്, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ദാ ഞാൻ ഈ പഴം മുഴുവനും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ 3 ചീന്തി വെക്കുക, എന്നിട്ട് നമുക്കത് 2 പീസാക്കിയിട്ട് മാറ്റുക. അങ്ങനെയാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാനുള്ള ഒരു പാകമാണ് കേട്ടോ ഈ ഒരു പഴത്തിൻ്റെ അളവിൽ. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങയാണ്. അപ്പോൾ ഞാനിതാ ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ഞാൻ ആദ്യം ഒരു പ്ലേറ്റിലിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് തേങ്ങ കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തേങ്ങ ആവശ്യമെങ്കിൽ പിന്നെ എടുക്കാം. അപ്പോൾ 3 ടേബിൾ സ്പൂൺ തേങ്ങ ആദ്യം എടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ തേങ്ങ ചിരവി എടുക്കുന്ന സമയത്ത് ഇങ്ങനെ വലുതാക്കി ചിരവരുത് കേട്ടോ. ഇതുപോലെ ചെറുതാക്കിയിട്ട് ഇങ്ങനെ നീട്ടി ചിരവാണ്ട് ഇങ്ങനെ ചെറുതായിട്ട് ചിരവി എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. പിന്നെ ഒരു പ്ലേറ്റിൽ ഇതാ 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബൗളിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടി എടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം മൈദാപ്പൊടിയും അരിപ്പൊടി കോൺഫ്ലോർ എടുക്കുക. അതുപോലെ 2 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആ പഴത്തിൻ്റെ മധുരമൊക്കെ നോക്കിയിട്ടും അതുപോലെ ഇനി മധുരം വേണ്ടെന്നാണെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു പലഹാരമാണ് കേട്ടോ അത്. ഇനി അതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് 1 ഗ്ലാസ് വെള്ളമാണ്. അത് നമ്മൾ പലതവണ ആയിട്ട് ഒഴിച്ചിട്ട് നമുക്ക് ഈ ഒരു മാവ് ഒന്ന് കലക്കിയെടുക്കണം. അപ്പോൾ ഒത്തിരി അങ്ങോട്ട് ദോശ ബാറ്റർ പോലെ നമുക്ക് നീർദോശക്കൊക്കെ പോലെ കലക്കുന്നത് പോലെ കലക്കണ്ട കേട്ടോ. ഈ ഒരു സ്നാക്സിന് ഈ 1 ഗ്ലാസ് വെള്ളത്തിൻ്റെ ആ ഒരു പാകം മതി കേട്ടോ. ഒത്തിരി കട്ടിയും വേണ്ട, ഒത്തിരി ലൂസും വേണ്ട, ആ രീതിയിൽ മതി. നമ്മളെ പഴത്തിൽ ഒരുപാട് ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കുമല്ലോ നമ്മൾ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ, അങ്ങനെയൊന്നും ആവശ്യമില്ല. അതിലേക്കും ലൂസായിട്ടുള്ള ബാറ്ററാണ് കേട്ടോ. അപ്പോൾ ബാറ്റർ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അപ്പോൾ ഓരോ പഴത്തിൻ്റെ പീസ് എടുക്കുക. എന്നിട്ട് ഇതുപോലെ നമ്മൾ ആ മൈദപ്പൊടി മാറ്റി വെച്ചല്ലോ, അതിലൊന്ന് അതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ പഴത്തിൻ്റെ കഷ്ണത്തിൽ മൈദപ്പൊടി നന്നായിട്ട് കോട്ട് ചെയ്ത് കിട്ടണം കേട്ടോ. അതുപോലെ നന്നായിട്ട് തന്നെ കോട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് അത് നമ്മുടെ ആ ഒരു ബാറ്റർ ഉണ്ടല്ലോ, ആ ഒരു ബാറ്ററിൽ ഒന്ന് മുക്കിയിട്ട് നമുക്ക് ആ ഒരു തേങ്ങയിലേക്ക് മാറ്റി കൊടുക്കുക. ബാറ്ററിലിട്ട് ഒരുപാടിട്ട് തിരിച്ചും മറിച്ചും ഇടേണ്ട ആവശ്യമില്ല. മുക്കിയെടുക്കുക. എന്നിട്ട് അതുപോലെ നമ്മൾ ആ ഒരു തേങ്ങയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് കോട്ട് ചെയ്തെടുക്കുക. തേങ്ങ നമുക്ക് ആ ഒരു പഴത്തിൽ നന്നായിട്ട് കവർ ചെയ്തെടുക്കുന്ന രീതിയിൽ എടുക്കുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തിട്ട് മാറ്റി വെക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് അത് കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ പ്ലേറ്റിൽ വെച്ചിട്ടോ നമുക്ക് നന്നായിട്ടൊന്ന് ഉരുട്ടിയിട്ട് അതിലൊന്ന് എന്താ പറയുക, ആ ഒരു പഴത്തിൻ്റെ മുകളിൽ ആ തേങ്ങ നന്നായിട്ട് പിടിക്കുന്ന രീതിയിലൊന്ന് ചെയ്തിട്ട് വേണം എണ്ണയിലിട്ട് കൊടുക്കാൻ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് അതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തിട്ട് മാറ്റി വെക്കുക കേട്ടോ.
പിന്നെ ഞാൻ അങ്ങനെ ചെയ്ത സമയത്ത് എനിക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നി. അപ്പോൾ ഞാനിതാ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബാറ്ററിലും പൊടിയിലും ഓരോ സ്പൂണോ ഫോർക്കോ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇതാ നമുക്ക് ആ പൊടിയിൽ മുക്കുന്ന സമയത്തും ആ ഒരു സ്പൂൺ വെച്ചിട്ട് ചെയ്യുക. എന്നിട്ട് ഇതാ മാവിൽ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് ഇത് അപ്പം തന്നെ അതുകൊണ്ട് കോരിയിട്ട് നമുക്ക് ആ തേങ്ങയിൽ ഇട്ട് കൊടുക്കുക. തേങ്ങയിൽ നമ്മൾ കൈ കൊണ്ട് അത് കോട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ പണി ഇങ്ങനെ ആകുമ്പോൾ. അതുപോലെ തന്നെ നമുക്ക് മാവും അതുപോലെ പൊടിയും തേങ്ങയും കൂടി ഒക്കെ കൂടി മിക്സ് ആവുകയും ചെയ്യൂല കേട്ടോ കയ്യുമേ. കണ്ടോ? അപ്പം ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ നിങ്ങൾ. അപ്പം അങ്ങനെ മുഴുവനും നമുക്ക് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ പഴം മുഴുവനും ഞാനിതാ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ? നമുക്ക് ഇത്രത്തോളം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഇത് ഒന്ന് എന്താ പറയുക, ഒന്ന് തേങ്ങ ഒന്ന് അതിൻ്റെ മുകളിൽ നമ്മളൊന്ന് ഉരുട്ടി കൊടുക്കണം കേട്ടോ. എന്നിട്ടാണ് എണ്ണയിലിട്ട് കൊടുക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും എനിക്ക് ഫസ്റ്റ് അബദ്ധം പറ്റിയിട്ടുണ്ട്. കണ്ടോ? നമ്മൾ ആ ഒരു തേങ്ങ കോട്ട് ചെയ്ത് വെച്ചത് അങ്ങനെ എടുത്തിട്ട് എണ്ണയിൽ ഇട്ടിട്ടോ. അതാണ് ഈ പൊട്ടലും ചീറ്റലും ഒക്കെ കാണുന്നത് കേട്ടോ. അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ആ തേങ്ങ പുറത്തേക്ക് നിൽക്കുന്ന ആ തേങ്ങ ഒക്കെ നമ്മുടെ എണ്ണയിൽ പോകും. അപ്പോൾ അത് നല്ല പൊട്ടിത്തെറിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഫസ്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ അത് മറക്കാണ്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം ഇനി നമുക്കത് ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ആയിട്ട് ഇട്ടിട്ട് നമുക്കൊന്ന് മൊരിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് എത്രത്തോളം ഇത് മൊരിയണം എന്നുണ്ടെങ്കിൽ മൊരിപ്പിച്ചാൽ മതി. അതെല്ലാം നിങ്ങൾക്ക് ജസ്റ്റ് അത് കുക്കാവുമല്ലോ. അപ്പം അങ്ങനെ എടുത്താൽ മതിച്ചെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പം ഞാൻ എന്തായാലും എല്ലാതും നല്ല മൊരിപ്പിച്ചിട്ടാണ് എടുക്കുന്നത് കേട്ടോ. നല്ലൊരു മുരുമുര എന്നുള്ളൊരു പലഹാരമാണ്. നമുക്കിത് കഴിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ പഴമൊക്കെ വെന്തിട്ട് അങ്ങനെ മെൽറ്റായ പോലെ ഉണ്ടാവും കേട്ടോ നമുക്ക് ആ ഒരു പഴം ഉൾഭാഗത്ത്. പിന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്ത് എടുക്കണ്ട കേട്ടോ. ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇടണ്ട, ഒരു മീഡിയത്തിൽ ഇട്ട് കൊടുക്കുക. മീഡിയത്തിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തീ കൂടുതലാണ്, ചൂട് കൂടുതലാണ് തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ ഒന്ന് മീഡിയത്തിൽ നിന്ന് ഒരിത്തിരി കുറച്ച് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ആദ്യം ഇട്ട് കൊടുത്തത് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്നുകിൽ ഇതാ ഇങ്ങനെ കൈ വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കുക. കണ്ടോ? ഇപ്പോൾ നമുക്ക് ആ തേങ്ങ ഒന്നും പുറത്തേക്ക് വന്നിട്ട് പൊട്ടിത്തെറിക്കുന്ന പ്രശ്നമൊന്നുമില്ല. നമ്മൾ ആദ്യം ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു തേങ്ങ അതിൽ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ആ ഒരു ചട്ടുകം വെച്ചിട്ട് ഒന്ന് കോരി മാറ്റാട്ടോ. അല്ലെങ്കിൽ നമുക്ക് മറ്റത് ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിലൊക്കെ അതിങ്ങനെ എണ്ണയിൽ കിടക്കില്ല, അപ്പോൾ കരിയുള്ളൂ കേട്ടോ. അപ്പോൾ ഒന്നുകിൽ കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഉരുട്ടി കൊടുക്കുമ്പോൾ തന്നെ ആ ഒരു മാവും തേങ്ങയും കൂടി നമ്മുടെ പഴത്തിൽ നന്നായിട്ട് പിടിക്കും കേട്ടോ. തേങ്ങയിൽ നമ്മൾ മുക്കിയെടുക്കുന്ന സമയത്ത് തന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്ര ശരിയായിട്ട് കിട്ടൂല, കാരണം മാവൊക്കെ കൂടി ഇരിക്കുന്നതല്ലേ. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്കിതൊന്ന് മൊരിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ട് കുറേ സമയം വെച്ചിട്ട് കഴിക്കരുത് കേട്ടോ. നമുക്ക് വൈകുന്നേരത്തെ ചായക്ക് ഉണ്ടാക്കുന്നവരാണെങ്കിൽ ആ ചായ വെക്കുന്ന സമയത്ത് ഇപ്പുറത്തത് ഉണ്ടാക്കുക, എന്നിട്ട് അപ്പം തന്നെ നമ്മൾ കഴിക്കുക. അതാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് സോഫ്റ്റ് ആയിട്ട് വരുമല്ലോ. അങ്ങനെയല്ല, നമ്മൾ ഉണ്ടാക്കി ആ സമയത്ത് കഴിക്കണം. അതാണ് ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കണം കേട്ടോ. നമ്മളെ ചാനലിലുള്ള റെസിപ്പികളൊക്കെ ഒന്ന് കണ്ടു നോക്കി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കല്ല കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ പഴം വെച്ചിട്ടുള്ള ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ആക്കി നോക്കണം കേട്ടോ. നമുക്ക് നോമ്പ് തുറക്കുന്നതിൻ്റെ കുറച്ച് മുന്നായിട്ട് നമുക്ക് ലാസ്റ്റ് നമുക്ക് ഈ ഒരു പലഹാരം ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അതാകുമ്പോൾ നമുക്ക് കഴിക്കാൻ സൂപ്പറായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ മക്കളൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ കഴിച്ചാൽ നിർത്തൂല എന്ന് പറയില്ലേ, അത്രയും ടേസ്റ്റി ആയിട്ടാണ്. പക്ഷേ നമുക്ക് ആ ഒരു മുരുമുരേനെ തന്നെ കഴിക്കണം കേട്ടോ. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.